ഞാനേ മിക്കപ്പോഴും പച്ചക്കറി കൃഷിയുടെ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അല്ലേ. ചെടിയുടെ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. എനിക്ക് ഈ പച്ചക്കറി കൃഷിയുടെ ഇടയിൽ തന്നെ കുറച്ച് ചെടികളും കൂടെ, കുറച്ച് ചെടിയെന്ന് പറഞ്ഞാൽ 1-2 ഐറ്റമേ ഞാൻ നട്ടിട്ടുള്ളൂ. ഒരുപാടൊന്നുമില്ല, കാരണം അതിനുള്ള സ്ഥലമില്ലാത്തത് കൊണ്ടാണ്. ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ കുറേയൊക്കെ നട്ട് വളർത്തിയനായിരുന്നു കേട്ടോ. പക്ഷേ ഇത് സ്ഥലമില്ലാത്തത് കൊണ്ടാണ്. ഇതാ കണ്ടോ, ഇതിൻ്റെ ഒരൊറ്റ തൈയാണ് ഞാൻ കൊണ്ടുവന്ന് നട്ടത്. ഒരേ ഒരു പീസ് മാത്രം ഞാൻ കൊണ്ടുവന്ന് നട്ടതാണേ. നട്ട് ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഇഷ്ടം പോലെ അതിന് ശാഖകൾ വന്നു തുടങ്ങി, പുതിയ പുതിയ തൈകൾ വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് ഒരുമിച്ച് തന്നെ നിന്ന് അങ്ങ് പൂക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്നും മാറ്റി ഇളക്കി നടുകയോ ഒന്നും ചെയ്തില്ല. ഇതിൽ തന്നെ അങ്ങ് നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ വിചാരിക്കുന്നു അത് ഇളക്കി നടാത്ത നല്ലതാണ്. കാരണം ഒരു പൂക്കൂട പോലെയാണ് നമുക്ക് തോന്നുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ വരുന്നവരൊക്കെ ചോദിക്കും, ഇതെങ്ങനെ ഇത്രയും ഇങ്ങനെ പൂ ഇങ്ങനെ നട്ട് വളർത്തി, അല്ലെങ്കിൽ ഒരുമിച്ച് ഇതെങ്ങനെ ഇതായിട്ടാണ് ഞാൻ നട്ടിക്കുന്നത്. ഇത് ഇഷ്ടംപോലെ തൈകളുണ്ട്. ഇതിന് വീട്ടിൽ വരുന്നവരെല്ലാം ഇതിൻ്റെ തൈകൾ കൊണ്ടുപോകുന്നുണ്ട്. കാരണം അത്ര ഭംഗിയാണ് ഇതിൻ്റെ പൂവ് കാണാനായിട്ട്. നല്ല മെജന്ത കളറിൽ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി നോക്കണം കേട്ടോ. എന്താ ഭംഗിയെന്നറിയാമോ, ഇങ്ങനെ പൂത്ത് ഇങ്ങനെ ഒരു പൂക്കൂട പോലെ ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ മനസ്സിനൊരു സന്തോഷം ഇത് കാണുമ്പോഴേ. രാവിലെ നമ്മൾ ഉറക്കോണീറ്റ് വെളിയിലോട്ടൊക്കെ ഒന്ന് വരുമ്പോൾ ഇങ്ങനെ ഇവരെല്ലാം പൂ ചൂടി ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര മനസ്സിന് ഒരു സന്തോഷമാണ്. എനിക്ക് ഈ കൃഷി ഇങ്ങനെ ഈ ചെടികൾ നട്ട് വളർത്തുക ഇതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൂവൊക്കെ എനിക്ക് പൊതുവേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് പറിച്ച് തലയിൽ വയ്ക്കാനോ പിന്നെ വേറെ ഒന്നിനും ഈ പൂവ് കൊള്ളത്തില്ല. വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെടി നടുന്നത്. പക്ഷേ എങ്കിലും അത് കാണണം കേട്ടോ. ഒരു നല്ല ഭംഗിയുണ്ട് കേട്ടോ. നിങ്ങൾക്കും പറ്റുമെങ്കിൽ ഇതുപോലുള്ള ചെടികളൊക്കെ, കുഞ്ഞു കുഞ്ഞു ചെടികൾ നമ്മൾ വില കൊടുത്ത് ഒന്നും വാങ്ങണ്ട. എവിടെന്നെങ്കിലും കാണുമ്പോൾ നിങ്ങൾ ഒരു പീസ് അതിൻ്റെ എടുത്ത് കൊണ്ടുവന്ന് നട്ടാൽ മതി. നമുക്ക് മനസ്സിന് സന്തോഷത്തിനുള്ള ഒരു വക ഈ ചെടികൾ തരും. ഓക്കെ, ബൈ.